മാധ്യമപ്രവർത്തകൻ ഷാഫി തിരുവത്തെഴുതിയ മക്ക മദീന പുണ്യഭൂമിയിലൂടെ പുസ്തകം പ്രകാശനം ചെയ്തു. കാസർഗോഡ് പുലിക്കുന്നിലെ ജില്ലാ ലൈബ്രറി ഹാളിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമായ മുക്താർ ഉദരംപൊയിൽ പുസ്തകം പ്രകാശനം ചെയ്തു. വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. മാധ്യമപ്രവർത്തകൻ ഷാഫി തെരുവത്ത് എഴുതിയ മക്ക മദീന പുണ്യഭൂമിയിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കാസർഗോഡ് പുലിക്കുന്നിലെ ജില്ലാ ലൈബ്രറി ഹാളിൽ പ്രൗഢമായ ചടങ്ങിൽ നടന്നു. പ്രശസ്ത സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമായ മുക്താർ ഉദരംപൊയിൽ പുസ്തകം പ്രകാശനം ചെയ്തു. സാഹിത്യവേദി പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി പുസ്തകം ഏറ്റുവാങ്ങി. പുണ്യഭൂമിയിലൂടെയുള്ള തീർത്ഥയാത്ര വായനക്കാരെ അനുഭവിപ്പിക്കുവാൻ ഈ പുസ്തകത്തിലൂടെ ഷാഫിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പുസ്തക പ്രകാശനത്തിന് ശേഷം സംസാരിക്കവേ മുക്താർ പറഞ്ഞു. അനുഭവങ്ങളും അനുഭൂതിയും കൈമുതലായുള്ള ഷാഫിക്ക് ഉദാത്തമായ കൃതികൾ ഇനിയും മലയാണ്മയ്ക്ക് കാഴ്ചവെക്കുവാൻ കഴിയട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്, പലതരത്തിലുള്ള പ്രകാശനങ്ങളും മറ്റ് പരിപാടികളും നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനൊരു പുസ്തകം ഇറങ്ങുമ്പോൾ ആ പുസ്തകത്തേക്കാൾ എന്നെ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാക്കിയത് അത് എഴുതിയ ആളുടെ പേരാണ്. ഞാൻ ഈ പുസ്തകം വായിച്ചു. നമ്മൾ ഇവിടെ ഈ മക്ക മദീന എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുണ്യകരമായിട്ടുള്ള രണ്ട് ദേശങ്ങളാണ്. പുണ്യം ആഗ്രഹിച്ച് മുസ്ലിങ്ങൾക്ക് തീർത്ഥയാത്ര നടത്താവുന്ന 3 സ്ഥലങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിൽ 2 സ്ഥലമാണ് മക്കയും മദീനയും. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. പത്മനാഭൻ ബ്ലാത്തൂർ, CL ഹമീദ്, MV സന്തോഷ് കുമാർ, മറ്റ് സാഹിത്യ പ്രമുഖർ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യ സ്നേഹികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.